അമ്മച്ചിമാർക്ക് സ്വസ്ഥാനങ്ങളിൽ ഈ ഒരു സൗന്ദര്യം, ഈ ഒരു കുണുക്ക്, ഈ ചട്ടയും മുണ്ടും, ഇത് അമ്മച്ചിമാരുടെ ഇണക്കം തന്നെ. സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിലും ഇത്ര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. വായിൽ വെള്ളമൂറുന്ന ഭക്ഷണ സാധനങ്ങൾ എനിക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കൊതിയായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, എനിക്ക് നിങ്ങളോട് ചെറിയൊരു സ്വകാര്യം ചോദിക്കാനുണ്ട്. ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി പണ്ടുപോലെ പറക്കാടി. ആഹാ, എന്ത് നല്ല കൗമാരകാലം അല്ലേ? എവിടെ അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു കൗമാരകാലം ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ അപ്പച്ചന്മാര് നിങ്ങളെ കാണാൻ വന്നപ്പോ അവരെ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വേഗം പറഞ്ഞു. ശോഷണയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ കണ്ണ് കൊണ്ടും ഉള്ള കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ കണ്ണുകൊണ്ടേ ഉള്ള കൊണ്ടേ മിണ്ടാതെ മിണ്ടി പണ്ടേ. അമ്മച്ചിമാരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്ക്, എന്താ നാണം. ആ പെണ്ണ് കാണാൻ വന്ന ആ ഒരു ദിവസത്തിലേക്ക് പോയി. അങ്ങനെ അപ്പച്ചന്മാര് വന്ന് ഇവരെ പെണ്ണ് കണ്ടു. അപ്പൊ അപ്പച്ചന്മാർക്ക് നിങ്ങളെ കുറിച്ച് എന്ത് തോന്നിക്കാണും? ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ, മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. അവൾ പറന്നിറങ്ങി എന്റെ അത്താരക്കൂട്ടിൽ പ്രേമത്തിരി കഴിച്ചു, പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. അപ്പൊ വിടാതെ തന്നെ പിടിച്ചു അല്ലേ? പെൺകുട്ടിക്ക് ഇടം കൊടുത്തപ്പോ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയെന്ന് തോന്നുന്നു. എന്നിട്ട് അത് കല്യാണത്തിൽ തന്നെ അവസാനിച്ചോ? അരെ വാ, അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ നമ്മുടെ അപ്പച്ചന്മാർക്ക് നിങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിയാണോ? വളരെ ശരിയാണല്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നിങ്ങളുടെ മക്കളെ പറ്റി, ലാപ്പു ആപ്പു എന്ന് പറഞ്ഞു നടക്കുന്ന ഈ യുഗത്തിൽ അവരെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
മരുമക്കളോ? അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടല്ലേലും സീമത്തം കോണ്ട. അത്രയ്ക്ക് ഇഷ്ടമുള്ള മരുമക്കളാണ് അല്ലേ? കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള സ്നേഹമാണ്. അതൊക്കെ പോട്ടെ, ഇനി ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി കുറച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. നമ്മുടെ ഇടവകയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കിരുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോവരേ. എന്തൊക്കെ ചെയ്താലും വിശ്വാസികൾ എല്ലാവരും കൂടെ നിൽക്കണമെന്നില്ല. അതിന് നമുക്ക് വേണ്ടത് നമ്മളെ നയിക്കുന്ന നല്ലൊരു അച്ഛനെയാണ്. നമുക്കറിയാവുന്നതുപോലെ സുന്ദരനും സുമുഖനും ചിരിക്കൊടുക്കയുമായ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജേക്കബ് അച്ഛൻ. അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ. അടിപൊളി. എന്ത് തന്നെയായാലും ഇടവകയെ പറ്റിയും അച്ഛനെ പറ്റിയും നമുക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇനി നമ്മുടെ എല്ലാമായ സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയുന്ന നമ്മുടെ ഇടവക കൂട്ടായ്മയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പരിപാടി അവതരിപ്പിച്ച അമ്മച്ചിമാർക്കും കണ്ടിരുന്ന നിങ്ങൾക്കും നന്ദി.